ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, വൈകുന്നേരം എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നപ്പോൾ ഒന്ന് കഴിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ അജുവിനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ അജു ഭയങ്കര വെയിറ്റ് ഇട്ട് ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞു. എങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എന്തിനാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഫുഡ് കഴിക്കാനാണ്. ആഹാ, എങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടെന്ന്. അങ്ങനെ അജുവും വന്നു. ഞങ്ങളങ്ങനെ പതിയെ ഒരു ചെറിയൊരു ഡിന്നറിന് വേണ്ടി പോവാം. Okay, let's go. എനിക്ക് കപ്പ മിസ്സായിപ്പോ ലോകം അറിയിച്ചല്ലോ. യൂട്യൂബിലെ ലോകങ്ങളിലാണ് പറയുന്നത് അജൂടെ മിസ്സായിപ്പോയത്. നമ്മളെല്ലാം കൂടെ മസ്കറ്റിലാണേ പോലെ. മസ്കറ്റിൽ നമ്മുടെ ഉബറെ എന്ന് പറയുന്ന സ്ഥലത്താണ്. പറയുവാണെങ്കിൽ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഗ്യൂൺസ് പാലസ് റെസ്റ്റോറൻറ്റിൽ പിന്നെ വേറെ പ്രാവശ്യം ഇവിടെ അവന് ഏകദേശം എല്ലാ റെസ്റ്റോറൻറ്റിലും പോയി കഴിച്ചിട്ടുണ്ട്. എന്നാലും ഇവിടെ വന്നു കഴിയുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറവ് പറയാനുണ്ടാവും ഇവിടെ കണ്ടുവന്നാൽ. അതുകൊണ്ട് തന്നെ അവൻ പറയും നിങ്ങൾ തന്നെ അങ്ങ് സെലക്ട് ചെയ്തു, അത് പിന്നെ അടിയിൽ കലാശിക്കും. അങ്ങനെ ക്യൂൻസിലെത്തി ഞങ്ങൾ അകത്തോട്ട് കയറി. എന്നിട്ട് കുഴപ്പമില്ല, നല്ല അംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇരിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, നല്ല സ്ഥലമാണ്, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല, നല്ല അംബിയൻസ്. അങ്ങനെ വെള്ളം വന്നു. പിന്നെ അങ്ങനെ ഓരോ സാധനങ്ങളും പതിയെ ഓരോന്നായിട്ട് വന്നു. സ്റ്റാർട്ടർ വന്നു. സ്റ്റാർട്ടർ സൂപ്പായിരുന്നു, കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. ചിക്കൻ ചട്ടിക്കറിയായിട്ട് വരുന്നത് ചിക്കൻ ടിക്ക മസാല. ലാർജ് എടുക്കണോ സ്മോൾ എടുക്കണോ? സ്മോൾ എടുക്കുകയാണെങ്കിൽ രണ്ട് ഷെയറുകളുണ്ട്. സ്മോള് ലാർജ് ആണിപ്പോ വേണ്ട, ഒരു സ്മോൾ വേറെ എന്തായിരിക്കും ഞാൻ ചിക്കൻ ബ്രെഡ് ഐറ്റംസ് എന്താണ്? ബ്രെഡ്സിൽ നമുക്ക് ചപ്പാത്തി ഉണ്ട്, പൊറോട്ട, നാന്, റൊട്ടി, അപ്പം വരുന്നുണ്ട്. എനിക്ക് വീറ്റ് പൊറോട്ട, 2 വീറ്റ് പൊറോട്ട. നമുക്ക് സ്മോൾ പോർഷൻ എടുക്കണം. ഏതാ എനിക്ക് തോന്നുന്നില്ല അതിൽ ഗ്രേവി, അത് ഗ്രേവി ഉണ്ടല്ലോ, മറ്റേ ഗ്രേവി സെപ്പറേറ്റ് ഗ്രേവി ഉണ്ടോ? ഗ്രേവി എനിക്ക് തോന്നുന്നു മറ്റേ ചിക്കൻ കൂടെ എടുക്കണം, ഗ്രേവി ഉണ്ടോ? ഇത് ഗ്രേവി അല്ലെങ്കിൽ നല്ല സൂപ്പർ, കൊള്ളാം, ഇഷ്ടപ്പെട്ടു. നീ വരുമെന്ന് പറഞ്ഞോണ്ട്, അല്ലെങ്കിൽ ഓടിയതേ നീ കൂടെ വരണ ദിവസം നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാൻ. നവംബർ 9
എന്നാ കഴിക്കും അതുമില്ല. എന്നാ അത് ഫുള്ള് കഴിക്കും, അത് കഴിക്കത്തില്ല. ഇതിന്റെ മുകളിലോട്ടാണ് ഇല്ല ഇല്ല ഇല്ല. എല്ലാവരുടെ അവസ്ഥ ടേസ്റ്റ് ചെയ്തൊക്കെ ബീഫ് ബീഫൊക്കെ കഴിക്കും. റെസിഡന്റ് ഉണ്ടാക്കുന്ന ഇപ്പോഴല്ല എനിക്ക് മനസ്സിലായത്. വെറുതെ സ്മെല്ലിന്റെ നല്ലതെന്ന് പറയുന്നത് അത് മാത്രം കഴിക്കല്. ഒന്ന് കഴിച്ചു നോക്കുന്നത് അല്ല, വേറെ കൊടുത്താൽ കഴിക്കത്തില്ല. വേറെ കൊടുത്താൽ ആരെങ്കിലും കൊടുത്താലാണ് ബിന്ദുച്ചെടിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കഴിക്കത്തില്ല. പുറത്തുനിന്ന് ബീഫ് കഴിച്ചാണെങ്കിൽ നമ്മുടെ ബീഫ് കഴിക്കില്ല. അങ്ങനെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ അവരോട് നന്ദി പറഞ്ഞു. വളരെ മാന്യമായ സൗഹൃദമായ അന്തരീക്ഷം. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഇരിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വെച്ചാൽ അവിടെ ഒരു ഫ്ലാഗ് ഉണ്ട്. അപ്പോൾ ആ ഫ്ലാഗ് വെച്ച് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വെച്ചാൽ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന്. പിന്നെ കാറ്റ് നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അധികം നേരം അവിടെ അങ്ങനെ പുറത്ത് നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥയില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചെന്തായാലും പിന്നെ അവിടെ ഈ കാണുന്നില്ല, ബൈക്ക് കാണുന്നില്ല, വലിയ ഫ്ലാഗ് അതിൻ്റെ അവിടെ നിന്ന് പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു പാർക്ക് പോലെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. കണ്ടിട്ടൊക്കെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും അവിടെ ഞങ്ങൾ അവിടുന്ന് പതിയെ അവിടെ അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങിയപ്പോഴാണ് അവിടെ ഫ്ലാഗ് കണ്ടത്. ആ ഫ്ലാഗ് അവിടെ ഒരു പാർക്കുണ്ട്. അപ്പോൾ ആ പാർക്കും അവിടെ ഇരിക്കാനൊക്കെ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അതുകൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവാം.
ഒന്നുകൂടെ പറഞ്ഞു